Hello everyone, welcome back to Talkies. അപ്പോൾ നമ്മുടെ 20 days interview ചലഞ്ചിന്റെ ഡേ 7 ആണ് ഇന്ന്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിംഗ് യുവർ സ്കിൽസ് വിത്തൗട്ട് സൗണ്ടിങ് ഓവർ കോൺഫിഡൻറ്റ്. അതായത് നമ്മുടെ സ്കിൽസ് ഇഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം വെറുതെ ഓവർ കോൺഫിഡന്റ് ആയിട്ട് പൊങ്ങച്ചം പറയുന്ന ഒരു സിറ്റുവേഷൻ സാധാരണ വരാറുണ്ട്. അതായത് നമ്മുടെ റൊണാൾഡോ ഒക്കെ പറയുന്ന പോലെ ഐ എം ദ ബെസ്റ്റ് എന്ന് ഒരു ഇന്റർവ്യൂവിന് കയറി പറയാൻ പറ്റില്ലല്ലോ. ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഫീൽ ചെയ്യാതെ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന പോയിന്റ് ഫോക്കസ് ഓൺ വാല്യൂ നോട്ട് ബ്രാഗിങ്. അതായത് ഈ ഒരു സ്കില്ലിൽ ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നതിന് പകരം ഈ ഒരു സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് വേറൊരാൾക്ക് ഇന്ന രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുക. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആണ് അക്നോളജിങ് ഗ്രോത്ത്. അതായത് ഞാൻ എല്ലായ്പ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സെൽഫ് അവെയർ ആണ്, അതുപോലെ തന്നെ ഹംബിളുമാണ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം തികഞ്ഞവരാണ് എന്നൊരു ഇംപ്രഷൻ ആ കമ്പനിക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേ ഒത്തന്റിക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് നമ്മൾ മാക്സിമം ജെന്യൂൻ ആയിട്ട് സംസാരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയാസിനെ കുറിച്ച് മാക്സിമം ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പീപ്പിൾ അപ്രീഷിയേറ്റ് ഓണസ്റ്റി, അതായത് സത്യസന്ധനായിട്ടിരിക്കുക. നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ് ക്രെഡിറ്റ് ടു അതേഴ്സ്. അതായത് നമ്മൾ ഒറ്റയ്ക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് പറയുന്നതിന് പകരം ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ചെയ്തു അല്ലെങ്കിൽ ടീം വർക്ക് അങ്ങനെയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കൊളാബറേഷൻ വിത്ത് മൈ ടീം ഐ കോൺട്രിബ്യൂട്ടഡ് ടു അച്ചീവിംഗ് എ സ്പെസിഫിക് ഗോൾ. യൂസ് ന്യൂട്രൽ ലാംഗ്വേജ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. അതായത് ഞാനാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഞാനാണ് ഇതിൽ ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നതിന് പകരം എൻ്റെ സ്കിൽസിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നും അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എൻ്റെ സ്കിൽ സെറ്റ് എനിക്ക് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് കാണിക്കാൻ നിങ്ങളെക്കുറിച്ച് തന്നെ തള്ളി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പകരം കമ്പനിക്ക് നിങ്ങളുടെ സ്കില്ല് കൊണ്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് ജസ്റ്റ് പ്രസന്റ് ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് ചെയ്യേണ്ട ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് സിങ്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് അധികം നിങ്ങളെ കുറിച്ച് തള്ളി മറക്കാതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതായത് ജസ്റ്റ് നിങ്ങളുടെ സ്കിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യുക, നല്ല കോൺഫിഡൻസോടുകൂടി പ്രസന്റ് ചെയ്യുക. പക്ഷെ അവിടെ ഓവർ കോൺഫിഡൻസ് കാണാൻ പാടില്ല. അപ്പൊ അതെന്ത് ചെയ്യുക, ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.